ഞാൻ വളരെയധികം ആഗ്രഹിച്ച് വാങ്ങിയ ഒരു പുസ്തകമാണ് എന്നേരം തുഴഞ്ഞ് എന്ന ഈ പുസ്തകം. ആക്ച്വലി ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ ബ്രദർ ഇതെനിക്ക് വാങ്ങിച്ചു തരാൻ വേണ്ടി ട്രൈ ചെയ്യണതാണ്. എവിടെ കിട്ടാമെന്നൊന്നും അറിയാത്തതുകൊണ്ടാണ് കുറച്ച് ലാഗ് വന്നത്. ഫസ്റ്റ് ഈ ബുക്ക് കണ്ടപ്പോൾ ആക്ച്വലി ഇത് 100 പേജിൻ്റെ ഒരു ബുക്കാണ്. എന്താണ് ഇപ്പോൾ 100 പേജ് കൊണ്ട് ഇപ്പോൾ എത്ര എഴുതാൻ പറ്റുകയെന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ 22 ഭാഗമുള്ളതിൽ ഓരോ ഭാഗവും പറയുന്ന ഓരോ കഥകളാണ്. അനീഷേട്ടൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ള ഓരോ സ്റ്റേജസിലെയും ഓരോ കഥകൾ ഈ ബുക്കിലുണ്ട്. ലൈഫിൽ നമ്മൾ വിചാരിക്കുകയും കൂടിയും ചെയ്യാത്ത ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് അനീഷേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ അനീഷേട്ടൻ്റെ ലൈഫിൽ റിയലായിട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ളത് ചകഞ്ഞു പോകുന്നതിനേക്കാളും ഇതൊരു കഥയായിട്ട് എൻജോയ് ചെയ്യാന്നുള്ളതാണ്. ലൈഫിലത്തെ പലതരം ഇമോഷൻസ് അത്രയും നമുക്ക് ഇങ്ങനെ മനസ്സിലോട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അനീഷേട്ടൻ എഴുതി വെച്ചിട്ടുള്ളത്. ഇതിലത്തെ പല കാര്യങ്ങളും ഇൻക്ലൂഡിങ് സ്കൂൾ ലൈഫ്, എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതേപോലെ എഴുതി വെച്ച പോലെ ഉണ്ടായിരുന്നു. അത്ര റിലേറ്റബിൾ ആയിരുന്നു. അനീഷേട്ടൻ സ്റ്റാർട്ടിങ്ങിൽ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ നല്ലതും ചീത്തയുമായ പലതരം ഓർമ്മകളാണ് അനീഷേട്ടൻ ഇതിലൂടെ പങ്കുവെച്ചിട്ടുള്ളത്. നെഗറ്റീവായിട്ടുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ പോലും അത്രയും നമുക്ക് വായിച്ചിരിക്കാൻ നല്ലൊരു ഇൻട്രസ്റ്റ് തോന്നുന്ന രീതിയിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. അനീഷേട്ടൻ ഫ്രണ്ട്ഷിപ്പ് അഥവാ സൗഹൃദം എന്നുള്ള ഒരു കാര്യത്തിന് ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഈ സ്റ്റോറിയിൽ പല ലൈനും വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒരു ബസ്സിൽ പോകുമ്പോൾ അടുത്തിരിക്കുന്ന ഒരാളോട് പോലും അത്രയും ഒരു കണക്ഷൻ തോന്നുന്ന രീതിയിലുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൽ. അതൊക്കെ എനിക്ക് വായിച്ചപ്പോൾ എൻ്റെ ചെറുപ്പത്തിലത്തെ ഒരു ഇൻസിഡൻ്റാണ് ഓർമ്മ വന്നത്. ഞാൻ കൊറോണ കാലമൊക്കെ കഴിഞ്ഞിട്ട് ഗൾഫിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഒരു കുട്ടീനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി 3 മണിക്കൂറിൻ്റെ ഒരു പരിചയമാണെങ്കിൽ പോലും അത്രയും ഞങ്ങൾക്ക് ഒരു കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ ആ കുട്ടിയുടെ പേര് പോലും മറന്നുകൊണ്ട് പിന്നെ എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് അവളെ ഓർമ്മ വന്നു ഇതൊക്കെ വായിച്ചപ്പോൾ. അനീഷേട്ടൻ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ തന്നെ കൃഷി എന്നുള്ളൊരു കാര്യം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കൃഷീനെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉപ്പാക്കും നല്ല രീതിയിൽ തന്നെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അനീഷേട്ടൻ്റെ അച്ഛനെ പറ്റിയിട്ട് ഒറ്റൊരു ഭാഗത്തേ പറയുന്നുള്ളൂ. പക്ഷേ ഈ ആളുടെ ഒരു ക്വാളിറ്റി അതിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഒരു കുട്ടി ഒരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ പാരൻസിൻ്റെ സപ്പോർട്ടും ഗൈഡൻസും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അത് വായിച്ചപ്പോൾ ശരിക്കും മനസ്സിലാവും. സൊസൈറ്റിയുടെ ഒരു എക്സ്പെക്റ്റേഷൻ അനുസരിച്ചുള്ള ജോലികൾ ഒരാൾ ചെയ്യാതെ സ്വന്തം പാഷൻ്റെ പുറകെ പോയി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീൽഡ് ചൂസ് ചെയ്യുമ്പോൾ ഫേസ് ചെയ്യുന്ന പലതരം കോൺസിക്വൻസസ് ഉണ്ട്. ആദ്യം കുറ്റം മാത്രം പറയാൻ വരുന്ന ആൾക്കാർ നമ്മുടെ ലൈഫിലൊരു സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മൾ ഒരു സക്സസ്സിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ നമ്മളെ കൈയടിക്കാൻ വരുന്നതാണ് കാണാൻ പറ്റുക. ഇങ്ങനത്തെ പല അനുഭവങ്ങളും എനിക്ക് തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഓർത്തു പോയി അതൊക്കെ വായിച്ചപ്പോൾ. അനീഷേട്ടൻ ഓരോ എംബാരസിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് ആയിട്ട് അല്ലെങ്കിൽ കോമഡി രീതിയിൽ എങ്ങനെ ടാക്കിൾ ചെയ്തെന്നുള്ളതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു മൂവി കണ്ട് തീർത്ത ഫീൽ പോലെയായിരുന്നു ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ. പിന്നെ നമ്മൾ ബിഗ് ബോസ് ഒക്കെ കണ്ട് ഇപ്പോൾ അനീഷേട്ടൻ്റെ മാനറിസംസൊക്കെ അത്യാവശ്യം അറിയുന്നതുകൊണ്ട് ആളെ മൈൻഡിൽ ഇമാജിൻ ചെയ്ത് വായിക്കാൻ നല്ല എളുപ്പമായിരുന്നു. ഞാൻ ഭയങ്കര സീനിയറായിട്ടുള്ള റൈറ്റേഴ്സിൻ്റെ കുറേ ബുക്സൊക്കെ വായിച്ചിട്ടുണ്ട്. ആ ഒരു ലെവലൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്നതിനേക്കാളും എനിക്ക് തോന്നിയിട്ടുള്ളത് അനീഷേട്ടൻ്റേതായിട്ടുള്ള രീതിയിൽ എത്രയും നന്നാക്കി എഴുതാൻ പറ്റുന്നുണ്ടോ അത്ര നന്നാക്കി എഴുതിയിട്ടുണ്ട്. ആകെ ഒരു നെഗറ്റീവ് തോന്നിയത് ചില വാക്കുകളൊക്കെ ഭയങ്കര കട്ടിയുള്ള വാക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മീനിങ് മനസ്സിലാക്കാൻ കുറച്ച് പാടുപെട്ടു. പിന്നെ അടുത്ത് ഉമ്മ ഇരുന്നിരുന്നതുകൊണ്ട് ഞാൻ ഉമ്മനോട് ചോദിച്ചിട്ട് ചില വാക്കുകളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചിലതൊക്കെ സിറ്റുവേഷൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ പുതിയ ജനറേഷൻ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സിമ്പിളായിട്ട് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറേയും കൂടി ആൾക്കാർ വായിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ചെറുപ്പത്തിലൊക്കെ ചെറിയ രീതിയിൽ എഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരാളായിരുന്നു. പക്ഷേ സ്കൂളൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷം അതിൽ നിന്നൊക്കെ വിട്ടുപോയതായിരുന്നു. ഈ ബുക്ക് വായിച്ചപ്പോൾ ഇനിയും എഴുതിയാലോ എന്നുള്ളൊരു തോന്നൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അനീഷേട്ടൻ ഒരു ഡിവേഴ്സിയാണ്. നമുക്ക് പല രീതിയിലും
സൊസൈറ്റിയിൽ കാണാൻ പറ്റുന്നതാണ്. ഡിവോഴ്സായി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് പാർട്ട്ണറിനെ ഒരു കരിവാരി തേക്കുക എന്നുള്ള ഒരു സംഭവം. പക്ഷേ ഇതിലത്തെ ഒരു വരിയിൽ പോലും ആളെ പറ്റിയിട്ട് ഒരു രീതിയിൽ ഒരു മോശം പറഞ്ഞതായിട്ട് കണ്ടിട്ടില്ല. ഇത് വായിക്കാനിരിക്കുമ്പോൾ ഇതിൽ അടുത്തത് എന്താ ഉണ്ടാവുക എന്നുള്ള ഭയങ്കരമായിട്ടുള്ളൊരു ക്യൂരിയോസിറ്റിയും വായിച്ച് നല്ലൊരു ഫ്ലോയിൽ പോകാനുള്ള ഒരു റൈറ്റിംഗ് സ്റ്റൈലാണ് അനീഷേട്ടൻ്റെത്. പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ മൂവി തിയേറ്റേഴ്സിലും പുറത്ത് എവിടെയും പോകുമ്പോൾ കുറേ സ്ഥലത്തൊന്നും വീൽ ചെയർ ഫ്രണ്ട്ലി ആയിരിക്കില്ല. അപ്പോൾ ആൾക്കാരുടെ ഒരു എക്സ്പ്ലനേഷൻ, എല്ലാവരുടെയും അല്ല, ചില ആൾക്കാരുടെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോഴുള്ള ആൾക്കാർ അങ്ങോട്ട് വരണ്ട എന്നുള്ളതാണ്. പിന്നെ ഒരു മൂവി തിയേറ്ററിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഒരു മിഡിൽ സീറ്റിലെങ്കിലും സീറ്റ് വേണമെന്ന് ആഗ്രഹമുള്ള ആളാണ്. കാരണം ഏറ്റവും താഴെ ഇരിക്കുന്നതിനേക്കാളും ഇപ്പോൾ കുറച്ച് മേലെ ഇരുന്നാൽ കുറച്ചും കൂടിയും സ്ക്രീൻ കാണാൻ കുറച്ചുകൂടി രസമുണ്ടാവും. പക്ഷേ എവിടെയും വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ല. ആൾക്കാരുടെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോഴുള്ള ആൾക്കാർ താഴെ ഇരുന്നാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ അതിനോട് സിമിലർ ആയിട്ടുള്ളൊരു സിറ്റുവേഷനും ഞങ്ങളെപ്പോലുള്ള ആൾക്കാരും വേറൊരു രീതിയിൽ സൊസൈറ്റിയിൽ എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്യാൻ അർഹതയുള്ള ആൾക്കാരാണെന്നുള്ള പോലെ ഒരു സെൻറ്റൻസ് ഈ ബുക്കിലുണ്ട്. അത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. അനീഷേട്ടൻ ബിഗ് ബോസിൽ ജയിക്കാത്തതിൽ വിഷമമുള്ള പല ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ആഫ്റ്റർ ബിഗ് ബോസ് ലൈഫിൽ ഇപ്പോൾ ആൾക്കൊരു സക്സസ് ഉണ്ടാവും, നമ്മൾ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു സ്റ്റെപ്പായിട്ട് നിങ്ങൾ ഈ ബുക്ക് വാങ്ങിക്കണം എന്നുള്ളത് ഞാൻ സജസ്റ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരും വാങ്ങിക്കുക, അനീഷേട്ടനെ സപ്പോർട്ട് ചെയ്യുക. ഇത് സ്പോൺസേർഡ് വീഡിയോ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ എനിക്ക് ആരും സ്പോൺസർ തരാൻ പോണേ, അത് നിങ്ങൾ ആദ്യം ആലോചിക്കുക. എനിക്ക് സ്വയം തോന്നിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ് ഇത്. ഈ വീഡിയോ അനീഷേട്ടൻ കാണണം എന്നൊക്കെ എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, എങ്ങാനും കണ്ടാലോ.